ഹലോ എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു അക്രലിക് പെയിൻറ്റിംഗ് ആണ് ചെയ്യാൻ പോണത്. അതിനായിട്ട് ഔട്ട്ലൈൻ വരച്ച് വെച്ചിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഓൾറെഡി പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഫേസ് പെയിൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സ്കിൻ കളർ ഉണ്ടാക്കിയെടുക്കണം. ഞാനിവിടെ ബ്രൗൺ കളർ പെയിൻറ്റും വൈറ്റ് കളർ പെയിൻറ്റും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഈ ഒരു സ്കിൻ കളർ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ലൈറ്റർ ഷെയ്ഡ് വേണമെന്നുണ്ടെങ്കിൽ വൈറ്റ് കളർ പെയിൻറ്റ് കുറച്ച് കൂടുതൽ മിക്സ് ചെയ്യുക. ഡാർക്കായിട്ട് വേണമെന്നുള്ള ഭാഗങ്ങളിൽ നമ്മൾ കുറച്ച് ബ്രൗൺ കളർ പെയിൻറ്റ് കൂടുതൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇതിൽ ഫേസ് പെയിൻറ്റ് ചെയ്യാനായിട്ട് 3 കളേഴ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. വൈറ്റ് യൂസ് ചെയ്തു, ബ്രൗൺ, പിന്നെ ഒരു ഡാർക്ക് ഷെയ്ഡ് ബ്രൗൺ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യണ കളേഴ്സ് സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ. അതുപോലെ നമ്മൾ ഫേസ് പെയിൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഉയർന്നിരിക്കുന്ന ഭാഗങ്ങളുണ്ടല്ലോ. ഇപ്പോൾ മൂക്കിൻ്റെ തുമ്പ്, അതുപോലെ കവിള്, 2 സൈഡിലെ താടി, അങ്ങനെ ഉയർന്നിരിക്കുന്ന ഭാഗങ്ങൾ പെട്ടെന്ന് ലൈറ്റ് ഫേസിലേക്ക് അടിക്കുമ്പോൾ അങ്ങനെ ലൈറ്റ് തട്ടുന്ന ആ ഭാഗങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കണം. അതിനായിട്ട് നമ്മൾ കുറച്ച് ലൈറ്റർ ഷെയ്ഡാക്കിയിട്ട് വേണം അവിടെ കൊടുക്കാനായിട്ട്. കുഴിഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ, ഉള്ളിലേക്ക് ഇങ്ങനെ കുഴിഞ്ഞിരിക്കുന്ന ഭാഗങ്ങളിൽ നമ്മൾ കുറച്ച് ഡാർക്കാക്കിയിട്ട് കൊടുക്കുക. അങ്ങനെയാണ് ഫേസ് ഷെയ്ഡ് ചെയ്ത് എടുക്കേണ്ടത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇതൊരു ട്യൂട്ടോറിയൽ വീഡിയോ അല്ല. ഞാനിതെങ്ങനെയാണ് ചെയ്തെടുത്തതെന്നുള്ളതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. ഞാൻ ഇത് പെയിൻറ്റ് ചെയ്തെടുക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്ന രീതിയിൽ അങ്ങോട്ട് ചെയ്തെടുക്കുകയാണ്. അതായത് ചിലപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ ഇവിടെ ശരിയായിട്ടില്ല എന്ന് തോന്നുമ്പോൾ വീണ്ടും ട്രൈ ചെയ്ത് നോക്കി അങ്ങനെ ശരിയാക്കി എനിക്ക് ശരിയെന്ന് തോന്നുന്ന രീതിയിൽ അതിനെ ആക്കിയെടുക്കുകയാണ് ഞാൻ ചെയ്യണത്. പിന്നെ ലിപ്സ് നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ മേലത്തെ ലിപ്സ് കുറച്ച് ഡാർക്കർ ആക്കിയിട്ടും താഴത്തെ ലിപ്സിൽ കുറച്ച് വൈറ്റ് കളർ മിക്സ് ആക്കി ഒന്ന് ലൈറ്റർ ഷെയ്ഡ് ആക്കിയിട്ടാണ് ഞാനിവിടെ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഞാനൊരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റൊന്നും അല്ല കേട്ടോ. ഞാൻ എൻ്റേതായ രീതിക്ക് ചെയ്തെടുക്കുന്നതാണ്. എനിക്കിത് ഇഷ്ടമാണ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനങ്ങനെ എനിക്ക് ഇടയ്ക്ക് ചെയ്യാൻ തോന്നുമ്പോൾ ഞാൻ പെയിൻറ്റ് ചെയ്യണതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് നിങ്ങളോട് തന്നെയാണ് പറയാനുള്ളത്, നിങ്ങൾക്കിപ്പോൾ ഇതൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങളിത് പഠിച്ചിട്ടില്ലല്ലോ, എനിക്കറിയില്ല, പഠിച്ചിട്ടില്ല, പക്ഷെ എനിക്കിഷ്ടമാണ്, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഒരു ക്യാൻവാസ് ബോർഡ് ചെറുത് വാങ്ങിക്കുക, അതുപോലെ അക്രിലിക് പെയിൻറ്റുകൾ വാങ്ങിക്കുക. പിന്നെ ബ്രഷ്, നമുക്ക് റൗണ്ട് ബ്രഷും അതുപോലെ ഫ്ലാറ്റ് ബ്രഷും പിന്നെ തിന്നായിട്ടുള്ള ചെറിയ ലൈനൊക്കെ വരയ്ക്കാൻ പറ്റണ തിന്നായിട്ടുള്ള ബ്രഷ് ഉണ്ടല്ലോ, അതും വാങ്ങിക്കുക. ഈ ബ്രഷിനൊക്കെ സൈസുകളുണ്ട്, ചെറുതും വലുതൊക്കെ ആയിട്ടുള്ളത് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നമ്മൾ ബേസിക്കായിട്ട് റൗണ്ട് ബ്രഷും ഫ്ലാറ്റ് ബ്രഷും അതുപോലെ ലൈനർ ബ്രഷ് തിന്നായിട്ടുള്ളത് അതും വാങ്ങിക്കുക. എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഫസ്റ്റ് ടൈം വരയ്ക്കുമ്പോൾ ചിലപ്പോൾ ശരിയാവില്ല, പിന്നെ ട്രൈ ചെയ്ത് നമുക്ക് വരച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മളിത് വരച്ച് നോക്കുമ്പോൾ ശരിയായിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ സമയം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കാനായിട്ട് പറ്റും. അതായത് ഇപ്പോൾ മൂക്കിൻ്റെ ഷേപ്പ് ഒന്ന് മാറ്റണം, കുറച്ചും കൂടി വലുത് വേണം, ചെറുതാക്കണം, അങ്ങനെയൊക്കെ എന്ത് വേണമെങ്കിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ സമയം എടുക്കുന്നുള്ളൂ. പതുക്കെ ആ കളർ പെയിൻറ്റ് ചെയ്ത് നമുക്ക് ശരിയാക്കാവുന്നതാണ്. ഇപ്പോൾ ഫേസിൻ്റെ ഷേപ്പ് തന്നെ കുറച്ചും കൂടി ഒന്ന് റൗണ്ടാക്കി എടുക്കണമെങ്കിൽ നമുക്ക് ആ ഒരു സ്കിൻ കളർ റൗണ്ടാക്കി കൊടുത്താൽ മതി. പിന്നെ ചെറുതാക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഷേപ്പിലൊന്ന് മാറ്റം വരുത്തണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ അരികു വശത്തുണ്ടല്ലോ, ഇപ്പോൾ അരികു വശത്ത് മുടിയുടെ ഭാഗത്ത് ഞാൻ കളറൊന്നും കൊടുത്തിട്ടില്ല, വൈറ്റ് കളറായിട്ടാണ് ഇരിക്കണം. അപ്പോൾ ഈ ഫേസ് ഒന്ന് ചെറുതാക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അരികു വശത്ത് വൈറ്റ് കളർ പെയിൻറ്റ് കൊടുത്തിട്ട് ഈ ഫേസിൻ്റെ ഷേപ്പിൽ മാറ്റങ്ങൾ വരുത്താം. പിന്നെ അതും പോരാഞ്ഞിട്ട് ഇതിപ്പോൾ മൊത്തത്തിൽ കൊളായെന്ന് വിചാരിക്കുക, നമ്മൾ എത്ര ട്രൈ ചെയ്ത് നോക്കിയിട്ടും ഒരു ശരിയാവണേ ഇല്ല, ഇതെനിക്ക് വരയ്ക്കേണ്ട, ഇനി മതിയായി എന്ന് വിചാരിച്ചാൽ, അങ്ങനെ തോന്നുകയാണെങ്കിൽ തന്നെയും ഇത് ഫുള്ളായിട്ട് വൈറ്റ് കളർ പെയിൻ്റ് അടിച്ചു കൊടുക്കുക. ഇതിപ്പോൾ അത് അത്രയും ഉണങ്ങിയിട്ട് അതിൻ്റെ മേലെ കൂടെ വൈറ്റ് കളർ അക്രിലിക് പെയിൻറ്റ് 2 കൂട്ടം അടിച്ചു കൊടുത്താൽ നമുക്ക് ഈ ഒരു ക്യാൻവാസ് ബോർഡ് സേവ് ചെയ്യാൻ, നമുക്ക് അത് ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും വേറെ പടം വരയ്ക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഒരു കാര്യമുള്ളത്, ചില ആർട്ടിസ്റ്റുകൾ വരയ്ക്കുമ്പോൾ നല്ല റിയലിസ്റ്റിക് ആയിട്ടുണ്ടാവും, ഈ ഫേസൊക്കെ കാണാൻ നല്ല റിയലിസ്റ്റിക് ആയിട്ടുണ്ടാവും. പക്ഷെ ചിലർ വരയ്ക്കുമ്പോൾ അതുപോലെയല്ല ഉണ്ടാവുക, നമുക്ക് പെയിൻറ്റ് ചെയ്തതാണെന്ന് തോന്നുന്ന രീതിയിൽ, അല്ലെങ്കിൽ അത്രയ്ക്കും റിയലിസ്റ്റിക് അല്ലാത്ത രീതിയിൽ ഉള്ള ആർട്ട് വർക്കുകളും ഉണ്ട്. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത്, നമ്മളിപ്പോൾ എങ്ങനെയായാലും വരച്ചു കഴിഞ്ഞാൽ ഏത് രീതിയിലായാലും ആർട്ടാവുമ്പോൾ അതിനൊരു അതിൻ്റെതായ ഭംഗിയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കണം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി ഞാൻ ഇതിൻ്റെ ഹെയറാണ് പെയിൻറ്റ് ചെയ്തെടുക്കാനായിട്ട് പോണത്. അപ്പം ഞാൻ വിചാരിക്കുന്നു ഇങ്ങനെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ പിന്നിയിട്ട പോലെ ആക്കിയെടുക്കാം, മെടഞ്ഞിട്ട പോലെ ആക്കിയെടുക്കാമെന്ന് വിചാരിക്കണം. അപ്പം ഞാനിങ്ങനെ കളേഴ്സ് കൊടുത്ത് നോക്കുകയാണ് കേട്ടോ. ബ്രൗൺ കൊടുക്കുന്നുണ്ട്, അതുപോലെ ഒരു യെല്ലോയിഷ് ബ്രൗണ്, അതൊക്കെ ട്രൈ ചെയ്ത് നോക്കുകയാണ് എങ്ങനെ ചെയ്താലാ ഭംഗിയാവാന്ന്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഈ കളർ ഇങ്ങനെ കൊടുത്തപ്പോഴാണ് കുറച്ച് അതിങ്ങനെ ശരിക്കും പിന്നിയിട്ട പോലെ തോന്നുന്നുണ്ട്, കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കണ പോലെ
തോന്നുന്നുണ്ട്, ഭംഗിയായിട്ടേക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മേൽഭാഗത്തുനിന്ന് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ബ്ലാക്ക് എനിക്ക് വേണ്ടാന്നുണ്ടായിരുന്നു, ഡാർക്ക് ബ്രൗൺ അല്ലെങ്കിൽ ആ ഒരു യെല്ലോയിഷ് ബ്രൗൺ ഇല്ലേ, അതൊക്കെ വെച്ചിട്ട് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ കളേഴ്സ് ഇങ്ങനെ മാറ്റി മാറ്റി കൊടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. നെറ്റിയുടെ ഭാഗത്തായിട്ട് ഹെയർ സ്റ്റാർട്ട് ചെയ്യില്ല, അവിടെ ചെറിയ ചെറിയ ലൈൻസ് വളരെ തിന്നായിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക കേട്ടോ. ഹെയർസ് ഇങ്ങനെ വരച്ചു കൊടുക്കുക, അപ്പോഴാണ് കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ മുടികൾ ഇങ്ങനെ പുറത്തേക്ക് നിൽക്കണ പോലെ ചെറുതായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പെയിൻറ്റിങ് അവിടെ തീർന്നിട്ടുണ്ട്. ഞാൻ രാത്രി ഇരുന്നാണ്, ഇപ്പോൾ ഇതേ രാവിലെ ആയിട്ടുണ്ട്, പുറത്തുനിന്ന് വെയിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് പറയുക. അപ്പോൾ നിങ്ങളുടെ കമൻസൊക്കെ വായിക്കുമ്പോൾ നല്ല സന്തോഷമാണ്. അതുപോലെ തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ ഏതെങ്കിലും വീഡിയോസ് ചെയ്യണം നിങ്ങൾക്ക് ആഗ്രഹമുള്ളതുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനത്തെ വീഡിയോസ് ചെയ്യണതാണ്. അതുപോലെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ വല്ല മറക്കാണ്ട് ക്ലിക്ക് ചെയ്യുക. ഞാൻ പോവാണ്, വേറെ വീഡിയോ ആയിട്ട് വരാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു.